ഹായ് ഫ്രണ്ട്സ്, A2Z ഫാരിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നമുക്ക് ക്രീമൊന്നും ചേർക്കാതെ തന്നെ നല്ല ക്രീമി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബട്ടർ സ്കോച്ച് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം 5 ഗ്രാം ചൈന ഗ്രാസ് 1 കപ്പ് വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് കുതിർത്തി വെക്കുന്നുണ്ട്. ഇനി പുഡിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു 1/4 കപ്പ് പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 5 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ഈ 1/4 കപ്പ് പാല് നമുക്ക് ഇതിലിട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട കെട്ടാതെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ എടുത്ത് വെച്ച് ഈ 1/2 ലിറ്റർ പാലിൽ നിന്നായിരുന്നു നമ്മൾ ഈ 1/4 കപ്പ് പാലെടുത്തത്. കട്ട കത്താതെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗറും 1 ടീസ്പൂണ് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഷുഗർ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതൊന്ന് കാരമലൈസ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ടിട്ട് നട്ട്സ് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പം എനിക്ക് നട്ട്സ് ഇടുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. നമുക്ക് ഈ നട്ട്സ് ഇട്ടിട്ട് നല്ലോണം കാരമലൈസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഒരു ഫോയിലോ ബട്ടർ പേപ്പറിലോ വേണ്ടി നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇനി വേറൊരു പാൻ വെച്ചിട്ട് നമുക്കതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 2 ടേബിൾ സ്പൂണ് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പഞ്ചസാര ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പം നമ്മളിതാ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഫസ്റ്റ് കളർ മാറിക്കിട്ടാനാണ് കുറച്ച് ടൈം എടുക്കാൻ, പിന്നെ ഒന്ന് പെട്ടെന്നായി കിട്ടും. അപ്പോൾ ഞാൻ ആ ചൂടിൽ നിന്നൊന്ന് മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. നിങ്ങൾക്ക് 2-3 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ മെൽട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റിവെച്ച ഈ പാല് ഇതിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ 1/2 ലിറ്ററാണ് പാലെടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒരു 1/4 കപ്പ് പാലിലാണ് ഞാൻ 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ കാരമലൈസ് ആകെ കട്ട പിടിച്ച് പോവും. അത് പ്രശ്നമാക്കണ്ട. നമ്മളെ പാല് ചൂടാകുമ്പോഴേക്കും ഇതും നല്ലോണം മെൽട്ടായിക്കോളും. അപ്പോഴേക്കും നമ്മൾ ഈ കുതിർത്തി വെച്ച ചൈന ഗ്രാസ് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കാരമലൈസ് എല്ലാം നല്ലോണം കട്ട പിടിച്ചതൊക്കെ നല്ലോണം മെൽട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈ കോൺഫ്ലവറും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം. ഈ കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചത് നമ്മൾ ഒഴിച്ചെടുക്കുന്നതിന് മുമ്പ് ഒന്ന് മിക്സ് ആക്കണം. കാരണം ഇത് അടിയിൽ നമ്മൾ നേരത്തെ കലക്കി വെച്ചുകൊണ്ട് ഒന്ന് കട്ട പിടിച്ചിട്ടുണ്ടാവും. ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പാലിലേക്ക് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കൈ ഇളക്കാതെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ചെടുക്കാം. ഇപ്പോൾ ചൂടോടെ തന്നെയാണ് ചൈന ഗ്രാസ് ചൂടുള്ള പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് കട്ടൊന്നും കട്ടാതെ ചെറിയ സ്റ്റീമിലിട്ടിട്ട് നമുക്ക് കൈ ഇളക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിത് ടൈറ്റായിട്ട് തോന്നും. അപ്പോൾ നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം.
നമുക്കിതൊന്ന് മാറ്റി വെക്കാം. കുറച്ചൊന്ന് ചൂട് പോകാൻ വേണ്ടി വെക്കാം. നന്നായി തണുക്കണ്ട. ഇതാ നമ്മുടെ ഇവിടെ ചൂടൊക്കെ പോയിട്ടുണ്ട്. കൂടുതൽ തണുത്തിട്ടില്ല, കാരണം കൂടുതൽ തണുത്ത് ചെയ്താൽ നമ്മുടെ ചൈന ഗ്രാസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റായി പോവും. ഇനി നമുക്കിതൊരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇപ്പം നമ്മൾ കാരമലൈസ് വെച്ച നട്ട്സ് ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്ന പൗഡർ ആകാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. മിക്സിയിലാക്കുമ്പോൾ നന്ന പൗഡർ പോലെ ആകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുത്തുന്ന ഇതെടുത്തിട്ട് നമുക്കിതൊന്ന് കുത്തിയെടുത്താൽ മതി. ഇനി നമുക്ക് നട്ട്സ് നമ്മുടെ പുഡിങ്ങിൻ്റെ മേലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വെച്ചതാണ്. ഇതിൻ്റെ മേലെയായിട്ട് നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ബദാമും കാഷ്യുവാണ് എടുത്തിട്ടുണ്ടായത്. നട്ട്സൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ പുഡിങ്ങിന് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ക്രീമി ആയിട്ട് ടേസ്റ്റി ആയിട്ടുമുള്ള നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.